എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, രാഹുലിന്റെ അടുത്തേക്ക് മനോഹർ വരുവാണ്. മനോഹറിനെ കണ്ടു രാഹുലിന് വല്ലാത്ത ദേഷ്യമായിരുന്നു. കാരണം ഇവനിനി അടുത്ത കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. തന്റെ മോളെ ചതിച്ചു. തന്റെ മോളെ മാത്രല്ല, എത്ര പെൺകുട്ടികളാ ഇവൻ ചതിച്ചു വെച്ചിരിക്കുന്നത്. പിന്നീട് മനോഹർ വന്നപ്പോ രാഹുൽ ചോദിച്ചു, അല്ല നിന്റെ കല്യാണം അല്ലേടാ നാളെന്ന് ചോദിക്കണം. അതെ എന്റെ കല്യാണമാണ്. അതെ അമ്മായിച്ചൻ വരണമെന്ന് പറയാം, അമ്മായിച്ചന്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പറയാം. പിന്നെ എന്റെ അനുഗ്രഹം ഉണ്ടാകാനായിട്ട് നല്ല കാര്യം ചെയ്യാൻ പോലേ നീ? അതെ വരാതിരിക്കില്ല, അമ്മായിച്ചൻ വരണം, എല്ലാത്തിനും നേതൃത്വം വഹിച്ച് നിൽക്കുകയും ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, എന്നെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പൊക്കി പറയണമെന്ന് പറയാം. എന്നെ കൊണ്ട് അതിനും പറ്റില്ല. പറ്റില്ലേ? അമ്മായിച്ചന്റെ മോളുടെ ജീവൻ രക്ഷിക്കേണ്ടതെന്ന് ചോദിക്കുക. ഞാൻ വേറെ കല്യാണം കഴിച്ചു പോയാലല്ലേ അമ്മായിച്ചന്റെ മോള് ഫ്രീ ആവുള്ളൂ. ഞാനിവിടെ നിൽക്കുന്ന ആളോ പ്രശ്നം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക്. എങ്കിൽ മാത്രം മോൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവണമെന്ന് പറയാം. എടാ നീ അതേ അമ്മായിച്ച, ഇല്ലെങ്കിൽ അമ്മായിച്ചന് വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. ഞാൻ മറ്റേ താരകങ്ങളുടെ കഥ ഇവിടെ അങ്ങ് പബ്ലിഷ് ആക്കും. പിന്നെ ഒരു കാരണവശാലും നാളെ എന്റെ കല്യാണം എന്നുള്ള കാര്യം ഈ വീട്ടിൽ ആരും അറിയാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മായിച്ചൻ പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ ബാക്കി കഥകളെല്ലാം ഞാനും കൂടെ ഫ്ലാഷ് ആക്കും. പിന്നെ അമ്മായിച്ചനെ ഈ വീട്ടിൽ പിടിച്ചെടുപ്പുണ്ടാവില്ല. എന്ത് വേണം തീരുമാനിച്ചോളാം. പിന്നെ തീരുമാനിച്ചോളാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. രാഹുൽ ആകപ്പാടെ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു. ഈ സമയത്ത് കിരൺ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് കിരണിന്റെ അടുത്തേക്ക് കല്യാണി കുറച്ച് മാമ്പഴമൊക്കെ എടുത്തോണ്ട് വരുന്നത്. അങ്ങനെ മാമ്പഴമൊക്കെ കട്ട് ചെയ്ത് കിരണിനെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, എന്നാ കിരണേട്ടാ കഴിക്കാൻ പറയണം. പക്ഷെ കിരൺ ആ ലോകത്തെങ്ങും അല്ലായിരുന്നു. എന്താ കിരണേട്ടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണേ. ഒന്നുമില്ല, ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുമെന്ന് പറയണേ. എന്ത് കാര്യം ആലോചിച്ച കാര്യം? എന്തോ കാര്യമായിട്ടുള്ള ചിന്തയിലായിരുന്നല്ലോ. എന്താ എന്നോട് പറയാൻ പറ്റുന്ന എന്തായാലും ആണോ? അല്ല, ഞാൻ ആ കാർത്തികനെ കുറിച്ച് ചിന്തിച്ചെന്ന് പറയാണ്. കാർത്തികനെ കുറിച്ചോ? എന്ത് പറ്റി? അല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവളോട് സംസാരിച്ച് കഴിഞ്ഞപ്പം ഞാന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് പറയാം. എന്ത് കാര്യങ്ങള്? അല്ല, കാർത്തികനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു നല്ല പെൺകുട്ടിയാന്ന് തോന്നി. ഇത്രയും കാലമായിട്ട് കല്യാണം പോലും കഴിക്കാതെ ആ കമ്പനി ഇത്രത്തോളം വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ അവൾക്ക് നല്ല കഴിവുണ്ടെന്ന് പറയാണ്. ഏട്ടൻ കിരൺ, അതൊക്കെ ശരി തന്നെ. പക്ഷെ അവളുടെ കണ്ണുകൾ ഞാൻ കാണുന്നേ ഒന്നെങ്കില് ഒരു ആരോടോ ഉള്ള ഒരു ദേഷ്യം, എന്തൊക്കെയോ ഒരു പ്രതികാരാജ്ഞയെ ഞാൻ ആ കണ്ണുകളിൽ കാണുന്നേ. പിന്നെ അതോടൊപ്പം തന്നെ ചില സമയത്ത് ആ കണ്ണുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സങ്കടത്തിന്റെ കടൽ ഇരുമ്പെന്ന് കാണാന്ന് പറയാം. ആഹാ, ഇത് കൊള്ളാലോ. കിരണായിട്ടും വല്ല കഥയോ കവിതയോ മറ്റോ എഴുതാൻ പോകുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ തത്വങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അല്ല കല്യാണി, എനിക്ക് മനസ്സിലായ കാര്യങ്ങളാ. ഇതുവരെയായിട്ടും എന്റെ ഊഹാപോഹങ്ങളൊന്നും തെറ്റാറില്ലെന്ന് പറയാം. എന്തോ അവരുടെ ഈ വരവിന്റെ പിന്നിൽ എന്തൊക്കെയോ വേറെ ലക്ഷ്യങ്ങളുള്ള പോലെ എനിക്ക് തോന്നുവെന്ന് പറയാം. കിരണേട്ടനത് തോന്നിയതായിരിക്കും. അല്ല കല്യാണി, അല്ല കല്യാണി കണ്ടോ അത് മനസ്സിലാവും. അല്ല, ഇതേ പ്രായത്തിൽ ഇപ്പോഴും ഒരു കല്യാണം പോലും കഴിക്കാതെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു കമ്പനിയൊക്കെ വളർത്തിക്കൊണ്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശം കാണും. ഒന്നെങ്കിൽ അവൾക്ക് ആരുടെ ഒരു ദേഷ്യം, വാശി, പക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. എങ്കിൽ മാത്രം അവൾക്ക് ഇത്ര ഉയർത്തി പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അവളുടെ മനസ്സിലൊരു നിശ്ചയദാർഢ്യമുണ്ട്. അത് നമുക്ക് കാണാനായിട്ട് കഴിയുമെന്ന് പറയാം. കല്യാണി ഒരു പക്ഷെ ശരിയായിരിക്കും. നമുക്ക് അവളുടെ പാസ്റ്റ് ഒന്നും കൂടുതലായിട്ട് അറിയില്ലല്ലോ. അവള് പറഞ്ഞ കാര്യങ്ങളൊക്കെയല്ലേ നമുക്ക് അറിയത്തുള്ളൂ എന്ന് പറയണം. അത് ശരിയാ. ചിലപ്പോ കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കും എന്ന് പറയാം. ഈ സമയത്ത് കാർത്തികയും പ്രകാശനും കൂടെ ഓഫീസിലേക്ക് പോയിരുന്നു. പെട്ടെന്ന് കാർത്തിക പറഞ്ഞു, അതെ എനിക്കൊരു ജ്യൂസ് കുടിക്കാൻ തോന്നണമെന്ന് പറയാ അച്ഛാ എന്ന് പറയാ. അല്ല, എനിക്ക് ജ്യൂസ് വേണ്ട മോളെ. അതെ എനിക്ക് വേണം. അപ്പൊ അച്ഛനും കുടിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം. അങ്ങനെ ഒരു കടയുടെ മുന്നിൽ നിർത്തുവാണ്. അതെ മോൾ ഇവിടെ ഇരിക്കുക, ഞാൻ വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് പ്രകാശൻ അങ്ങോട്ട് ജ്യൂസ് മേടിക്കാൻ അങ്ങോട്ട് പോവാണ്. അവൾക്ക് എന്തൊരു സ്നേഹമാ തന്നോട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ ജ്യൂസ് മേടിച്ചോണ്ട് വരാനായിട്ട്. കണ്ടു, അധികം വൈകാതെ തന്നെ താൻ ആ കൃത്യം നടത്തിയിരിക്കും. ഇവളെ വെച്ച് തന്നെ ആ കല്യാണിയും കിരണയും കൂടെ പഞ്ഞിക്കിടും. ഇവൾ എന്റോടൊപ്പം ഉണ്ടെങ്കിൽ എല്ലാ പ്രതികാരത്തിനും ഇവള് കൂട്ടു നിൽക്കും. ഇവള് ഒറ്റ ഒരാൾ മാത്രം മതി. പണത്തിന് പണമുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. ഇത് മതി. കിട്ടിയ അവസരം ദൈവമായിട്ട് കൺമുന്നിലേക്ക് ഒരു അവസരം ഇട്ട് തന്നിരിക്കുന്ന ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെ പ്രകാശൻ തീരുമാനിക്കുക. ഈ സമയം കാർത്തിക പറഞ്ഞു, മേടിക്കണ, നീ ജ്യൂസൊക്കെ മേടിച്ചോണ്ട് വാ. നിനക്ക് അതേ കാലം ഇങ്ങനെ ജ്യൂസൊന്നും മേടിച്ച് കുടിക്കാൻ പറ്റില്ല. കാരണം നിന്റെ അവസാനം അടുത്തിരിക്കുന്നു. അധികം വൈകാൻ നീ ആ സത്യങ്ങളൊക്കെ അറിയും. സത്യങ്ങളൊക്കെ ആകുമ്പോ എന്റെ കൺമുന്നിൽ കിടന്ന് തന്നെ നീ പെടഞ്ഞു തീരുന്ന കാഴ്ച എനിക്ക് കാണണം. ആ ഒരു കാഴ്ചക്ക് വേണ്ടിയിട്ടാ നിന്നെ ഞാൻ ഇവിടം വരെ വളർത്തിക്കൊണ്ട് വരുന്നേ. നിനക്ക് പ്രതീക്ഷകൾ ഇങ്ങനെ ആകാശത്തോളം നിനക്ക് പ്രതീക്ഷകൾ തന്നോണ്ടിരിക്കുന്നേ. ഒരു ദിവസം എല്ലാം തകിടം പറയും. കാരണം ഉയരം കൂടുമ്പോഴല്ലേ അതിന്റെ വീഴ്ചയ്ക്ക് ശക്തി ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ നീ ഉയർന്നു വാ. എത്രത്തോളം ഉയരാൻ പറ്റുന്ന അത്രത്തോളം നിന്നെ ഞാൻ ഉയർത്തും. അവസാനം നീ കാർത്തിക ആരാന്നറിയാൻ പോകുന്നുള്ളൂ.
കാരണം എന്റെ അമ്മേനെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോന്നിട്ട് പെൺമളക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ കണി കണ്ടാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന നീ തന്നെ അവസാനം സത്യങ്ങൾ തിരിച്ചറിയാൻ പോവാടാ പ്രകാശ. അതേ കാലം നിനക്കൊരു ജീവൻ ഉണ്ടാവില്ലെന്ന് കാർത്തിക് ഇങ്ങനെ മനസ്സിൽ പറയാ. പിന്നീട് കാണിക്കുന്ന സരുവിന്റെ അടുത്തേക്ക് മനോഹർ കയറി ചെല്ലുവാണ്. അപ്പൊ സരു ചോദിച്ചു, എന്താ മനുവേട്ടാ? മനുവേട്ടനാണ് ഈ ഇടയായിട്ട് ഭയങ്കര തിരക്കാൻ തോന്നല്ലോ, ശരിക്കും നേരാമോട് ഒന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാം. അത് മോള് ഞാനിങ്ങനെ ഓരോ പ്രശ്നത്തെ മോൾക്കറിയാലോ, കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ട എല്ലാത്തടത്തും ഓടി നടക്കാനേ. അമേരിക്കയിലാണ് എനിക്ക് ഇത്ര റിസ്ക് ഇല്ലായിരുന്നു, അവിടെ ഇഷ്ടംപോലെ സ്റ്റാഫുകളും കാര്യങ്ങളും ഉണ്ട്. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വേണം ഞാൻ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനായിട്ട്. അമേരിക്കയിലും കൊറിയയില് എന്ന് വേണ്ട എല്ലാ സ്ഥലത്തും ബിസിനസ് ഇല്ലേ, എല്ലാത്തടത്തും എന്റെ കൈ ചെല്ലണ്ടേന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെ. അത് മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ വല്ലാത്ത പ്രശ്നം, മോളുവിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണ്ടേ അമേരിക്കക്ക്. അപ്പൊ പിന്നെ ആ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ, അതിനുവേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാ. എല്ലാം കഴിയും, 1-2 ദിവസത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ശാന്തതയാവും. പിന്നെ നമ്മളങ്ങോട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പോലെ. പിന്നെ നമുക്ക് അങ്ങോട്ട് അമേരിക്കക്ക് പോകാന്ന് പറയാം. അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ ഓടി നടക്കുമെന്ന് പറയാം. പക്ഷെ അത് കുഴപ്പമില്ല, പക്ഷെ എന്റെ കാര്യത്തിലും കൂടെ മനുവേട്ടൻ കുറച്ചൊക്കെ ശ്രദ്ധ ചെലുത്തണമെന്ന് പറയാം. എനിക്കറിയാം മോളൂ, നമ്മൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിട്ടല്ലേ ഞാനിങ്ങനെ ഓട്ടപ്പാച്ചിൽ നടത്തുന്നേ. മോളിനറിയാലോ, ഇനിയിപ്പൊ നമ്മൾ ഇവിടെ നിന്നെല്ലാം വിറ്റ് പെറുക്കി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ പോയി നമുക്ക് സെറ്റിൽ ആവണ്ടല്ലേ. അപ്പൊ നമ്മൾ പിന്നെ അലയാൻ പാടില്ലല്ലോ. പിന്നെ നമ്മുടെ കുഞ്ഞു വരുമ്പോ നല്ല രാജാവിനെ പോലെ അവൻ ജീവിക്കേണ്ടതെന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെ മനുവേട്ടാ, എനിക്കറിയാം. പിന്നെ വേറൊരു കാര്യമുണ്ട് മോളും, അല്ല അമ്മയുടെ കാര്യം ഓക്കെ, നിന്റെ അച്ഛനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ എനിക്ക് നല്ല സന്ദേഹം എന്ന് പറയാം. ഇപ്പൊ എന്ത് ചെയ്യും മനുവേട്ടാ, എനിക്കറിയില്ല എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, നിന്റെ അച്ഛനെ നല്ലൊരു ഡോക്ടറെ കൊണ്ട് കൺസൾട്ട് ചെയ്യിക്കാം. നല്ലൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു കഴിയുമ്പോ ഒരു പക്ഷേങ്കില് ചിലപ്പോ അസുഖം മാറുവാണെങ്കിൽ നമുക്ക് അച്ഛനെ കൂടെ കൊണ്ടാന്ന് പറയാം. അത് വേണോ മനുവേട്ടാന്ന് ചോദിക്കും. എന്താ മോള്, നിന്റെ അച്ഛനല്ലേ, നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോന്ന് ചോദിക്കുക. അസുഖം വരുന്ന ആളുടെ ഇപ്പൊ കുഴപ്പമല്ലോ എന്ന് ചോദിക്കുക. ശരിന്ന് പറയാണ്. അങ്ങനെ സരുവിനെ ചാക്കിലിടുവാണ് മനോഹർ. ഈ സമയത്ത് ഇതൊന്നും സരുവിന് അറിയില്ല. നാളെ അവന്റെ വിവാഹമാണോ അല്ലെങ്കിൽ തന്നെ അവന് ചലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നീട് കാണിക്കുന്ന കല്യാണി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മേഘന അങ്ങോട്ട് വരുന്നത്. മേഘന വന്നിട്ട് നാളെ അവളുടെ അനിയത്തിയുടെ വിവാഹം എന്ന് പറയാണ്. ഇത് കേട്ടതും കല്യാണി ചോദിച്ചു, മേഘനയ്ക്ക് വിവാഹത്തിന് പോണോന്ന് ചോദിക്കും. അങ്ങനെ എനിക്കില്ല, കുഴപ്പമില്ല എന്ന് പറയണേ. എനിക്കറിയാം മേഘനയുടെ മനസ്സ്. മേഘന പറഞ്ഞു, ഒരു പക്ഷെ അവൾ എന്നെ ചേച്ചിയായിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ അവളെ എന്റെ അനുജത്തിയായിട്ടാ കണ്ടിരിക്കണേ. രണ്ടാമത് അച്ഛൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവൾ ഉണ്ടായതിനു ശേഷം അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് ഞാനായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾക്കും അവളുടെ അമ്മയ്ക്കും എന്നെ കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. ഒരു പക്ഷേങ്കില് ഞാൻ ആ വീട്ടിൽ നിൽക്കുമായിരുന്നെങ്കില് ഇന്നും എന്നോട് ഇങ്ങനെയൊക്കെ ശത്രുതയായിരിക്കും അവൾക്ക് ഉണ്ടായിരിക്കുള്ളൂ. ഒരു കാലത്ത് അവളും അവളുടെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാം. എന്തിനെപ്പോ ഇതൊക്കെ ഓർക്കണേ, അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവൾ എന്തേലും ചെയ്യട്ടെ, അവൾ ആരെങ്കിലും വിവാഹം കഴിക്കോ കഴിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അതൊക്കെ ശരിയാ കല്യാണി. പക്ഷേങ്കില് എന്റെ മനസ്സല്ലേ, എന്റെ അനിയത്തിയല്ലേ, എനിക്ക് അവളെ വെറുക്കാൻ സാധിക്കില്ലോ എന്ന് പറയാം. സങ്കടപ്പെടണ്ട, നാളെ കല്യാണത്തിന് പോയപ്പോലെ ഞാൻ കൊണ്ടാവാന്ന് പറയാം. വേണ്ടത് കല്യാണിക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? അതൊന്നും കുഴപ്പമില്ലെന്നേ. അകലെ നിന്നാണെങ്കിലും അനിയത്തിയുടെ കല്യാണം കാണാലോ. കല്യാണം വിളിച്ചില്ലെങ്കിൽ പോലും പോയെന്ന് തല കാണിച്ചിട്ട് നമുക്ക് പോരാം. ഇനിയിപ്പം മേഘനെ കണ്ടു കഴിയുമ്പോ അവർക്ക് വല്ല ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നമ്മളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടത് മേഘന ശരിയാണ്. ഒരു പക്ഷെ എന്നെ കണ്ടു കഴിയുമ്പോ അവർക്ക് ചതുർത്ഥിയായിട്ട് തോന്നും. എല്ലാവരുടെയും വീട്ടുകാരുടെ മുന്നിലും ബന്ധുക്കാരുടെ ഒക്കെ മുന്നില് എന്നെ അപമാനപ്പെടുത്താവുന്നതിന്റെ അങ്ങേയറ്റവരും അപമാനപ്പെടുത്തി. കാരണം ഞാൻ ആ വീട്ടിലുള്ള സമയത്താണെങ്കിലും എന്നെ അവർ സ്നേഹിച്ചിരുന്നില്ല. ഞാൻ ശരിക്കും സ്നേഹം അനുഭവിച്ച എന്റെ അർജുനേട്ടനോടൊപ്പം ചെന്നിട്ട് മാത്രമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ദൈവം എന്നെ നേരത്തെ അങ്ങ് വിളിച്ചു. ഒരു പക്ഷേങ്കിൽ എന്റെ ഏട്ടൻ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് താങ്ങും തണലുമായിട്ട് എന്റെ കൂടെ നിന്നേനും. ഈ കല്യാണത്തിനൊക്കെ മിക്കവാറും അച്ഛൻ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തേനും. ഇപ്പൊ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതൊന്നും ഓർത്തിന് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. വലിയൊരു കുഞ്ഞുണ്ട്, ആ ഒരു ചിന്ത ഓർമ്മ എപ്പോഴും വേണം. നമ്മുടെ മനസ്സിന്റെ വിഷമങ്ങൾ ആ കുഞ്ഞിനെ ഒരിക്കലും ബാധിക്കരുത്. നല്ലൊരു കുഞ്ഞിനെ തന്നെ പ്രസവിക്കണം. ഇത് മാത്രമല്ല, കുറച്ചാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നല്ലൊരു ജീവിതം വേണമെന്നൊക്കെ തോന്നും. അപ്പൊ ഒരു വേറെ കല്യാണം കഴിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കും. അവരുടെ കൺമുന്നിക്കൂടെ, ഈ പറയുന്ന അനിയത്തിയുടെ കൺമുന്നിക്കൂടെ നന്നായിട്ട് ജീവിച്ച് കാണിക്കണം. അതാ നമ്മൾ ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും. അത് പക്ഷെ എന്നാലും ഇല്ല, ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറയാണ്. അങ്ങനെ മേഘന മുറിയിലേക്ക് പോവാം. ഈ സമയത്ത് കിരൺ അങ്ങോട്ട് വരുന്നേ. കിരണിനോട് കല്യാണി കാര്യങ്ങളൊക്കെ പറയാണ്, മേഘനയുടെ അനിയത്തിയുടെ കല്യാണത്തെ കുറിച്ചൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, ഉറപ്പായിട്ടും പോണം, മേഘനയെ നീ കൊണ്ടോണം കല്യാണി. അവിടെ പോയ കല്യാണം കാണിക്കുക തന്നെ വേണം. ആരാ തടയുന്നതെന്ന് നോക്കട്ടെ. അവളുടെ അനിയത്തിയുടെ കല്യാണമല്ലേ. അവളെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് അവളുടെ അമ്മ അനിയത്തി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൾ ഇടിച്ചു കയറി അങ്ങ് ചെല്ലുക ചെയ്യണ്ടേ.
അവൾക്ക് കിട്ടാനുള്ള അവകാശമൊക്കെ എന്തിനാ അവള് നിഷേധിക്കുന്നേ? അവളുടെ അച്ഛന്റെ മുതലല്ലേ, അവൾ കൂടെ അവകാശപ്പെട്ടല്ലേ. ഒരു കാരണവശാലും അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് അവളുടെ രണ്ടാനമ്മയ്ക്കോ അനിയത്തിക്കോ അവകാശമില്ല. 2 മക്കളുണ്ടെങ്കിൽ 2 മക്കൾക്ക് തുല്യ അവകാശം ആ വീട്ടിലുള്ളത്. അതുകൊണ്ട് നീ അങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയാം. അത് ഞാൻ തീരുമാനിച്ചു. ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുപോയിലും കിരണേട്ടാ, കൊണ്ടുപോയി ആ കല്യാണം കാണിക്കണം എന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോ തന്നെ മനോഹർ നല്ല സുന്ദര കുട്ടവനായിട്ട് അങ്ങോട്ട് ഒരുങ്ങിയായിട്ട് ഇറങ്ങി വരുമ്പോ സരി ചോദിച്ചു, അല്ല മനുവേട്ട് എന്തായി രാവിലെ ഇത്ര സെറ്റായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്? അതെ, അതൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറയണം. ബിസിനസ് മീറ്റിങ്ങോ? അതെ. ആഹാ, എന്നിട്ട് ഇത്രയൊക്കെ ഒരുങ്ങി പോന്നെ? അല്ല മോളും VIP വരുന്ന, അപ്പൊ നമ്മൾ നല്ല സെറ്റായിട്ട് വേണ്ടേ പോവാനായിട്ട്. ശരി, അന്നെങ്കിൽ പോയിട്ട് വരാൻ പറയണം. ഞാൻ പോയിട്ട് വരാട്ടോ മോളു, ചിലപ്പോ ഇന്ന് വരാൻ പറ്റുമോന്ന് അറിയത്തില്ല കേട്ടോ. ചിലപ്പോ മീറ്റിംഗ് ഒക്കെ ആകുമ്പോ ചിലപ്പോ എനിക്ക് 1-2 ഇതുണ്ട്, ചിലപ്പോ ലേറ്റ് ആയെന്ന് വരികയും, ചിലപ്പോ 2 ദിവസം താമസിച്ചിട്ടാ വരാൻ പറ്റുള്ളൂ. ഞാൻ വിളിച്ചോളാം, മോളുവിന് കുഴപ്പമൊന്നുമില്ലേ? കുഴപ്പമൊന്നുമില്ല, മനുവേണ്ട എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി എന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞിട്ട് മനോഹർ ഇറങ്ങുവാണ്. ആ സമയത്ത് രാഹുലോടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം അയച്ചാ നോക്കി നിൽക്കാതെ പെട്ടെന്ന് വരാൻ നോക്കാൻ പറയാണ്. ഈ സമയത്ത് സരി വന്നിട്ട് അല്ല അച്ഛനോട് എന്താ സംസാരിക്കുന്നേ? ഒന്നുമില്ല എന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് പോവാണ്. ഈ സമയം രാഹുൽ പറഞ്ഞതേ, എനിക്ക് പുറത്തു വരുന്നു പോണം, ഞാൻ പുറത്തു പോയിട്ട് വരാന്ന് പറയണം. അച്ഛൻ അങ്ങോട്ട് പോന്നാ? എനിക്ക് അത്യാവശ്യ കാര്യമുണ്ട്, എനിക്ക് 1-2 പേരെ കാണാനുണ്ടെന്ന് പറയും. അച്ഛൻ ഈ വയ്യാത്ത ആൾ ഈ അസുഖം വെച്ചത് എങ്ങോട്ട് പോകുന്നാന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, പറഞ്ഞു കേട്ടല്ലോ. എനിക്കറിയാം എന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കായിട്ട്. ഈ സമയം ശാരി വന്നിട്ട് പറഞ്ഞു, എങ്ങോട്ടേലും പോട്ടെ മോളെ, പിന്നെ ആരുടെയും മുഖത്ത് പോയി കയറായിരുന്നാ മതിയായിരുന്നു, തല്ലും കൊണ്ട് ഈ വീട്ടിലേക്ക് വരായിരുന്നാ മതി. ഇതേ നിങ്ങൾ പോകുന്ന പുറകെയൊക്കെ തടസ്സം പിടിക്കാനൊന്നും എന്റെ മോളെയും കിട്ടത്തില്ല കേട്ടോ, ഉള്ള കാര്യം നേരത്തെ പറഞ്ഞേക്കാന്ന് പറയണം. രാഹുൽ നീയൊന്നും വരാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയാ. അതാ അങ്ങനെ പറഞ്ഞേ? ഇല്ല, ഞാനങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ഇനിയിപ്പം അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോ അറിയുമെന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞോലെയാ നീയൊക്കെ മനസ്സിലാക്കാൻ പോകുന്നുള്ളെന്ന് പറയും. ഇങ്ങേർക്ക് രാവിലെ എന്നെ പ്രാന്തായെന്ന് തോന്നുന്നേ, മനുഷ്യന് സമാധാനം കളയായിട്ട്. വാ മോളെ എന്നും പറഞ്ഞിട്ട് ശാരി സരുവിന്റെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് മനോഹർ അങ്ങ് ചെല്ലുവാണ്, കല്യാണ മണ്ഡപത്തിലേക്ക് ചെല്ലുവാണ്. കല്യാണ മണ്ഡപത്തിലേക്ക് ചെന്നപ്പോ മനോഹർ 1-2 പേരെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അഭിനയിക്കാൻ നല്ല കഴിവുള്ളവരെ, കൂട്ടുകാരായിട്ടും അങ്ങനെയൊക്കെ ആരിലൊക്കെ ബന്ധുക്കാർ വേണമല്ലോ. അങ്ങനെ മനോഹർ അങ്ങോട്ട് ചെന്നു. മനോഹർ ചെന്ന പുറകെ തന്നെ രാഹുലും കൂടെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ മനോഹർ എന്നപ്പോ തന്നെ നിഷയുടെ അച്ഛന് ശിവദാസമേനൻ ആനയിക്കുന്നുണ്ട്. എന്താ മോനെ ഇത്ര താമസിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, കേറി വാ മോനെന്നും പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അവിടെ പോയി എല്ലാരെയും പരിചയപ്പെടുത്തുന്നൊക്കെയുണ്ട്. പിന്നീടാണ് രാഹുൽ അങ്ങോട്ട് ചെല്ലുന്നത്. രാഹുലിനെ കണ്ടതും ശിവദാസമേനൻ പറഞ്ഞു, വാ, ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ നീ വരൂ എന്നുള്ള കാര്യം. വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അല്ല ശാരിയും മോളും എന്തി? അവര് വന്നില്ല എന്ന് പറയാണ്. അതെ, എന്റെ മരുമോനെ പരിചയപ്പെടണ്ടേ, വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ ചെന്ന് മനോഹരനെ പരിചയപ്പെടുത്തുവാണ്. ഇതാണ് എന്റെ മരുമോൻ, നിനക്ക് ഞാൻ ഫോട്ടോ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അയ്യോ, ഇവനെ എനിക്ക് അറിയാന്ന് പറയാം. അറിയാവോ? എങ്ങനെ? അതെ, ഇവനെ എനിക്കറിയാം, ഇവൻ നല്ല പയ്യനല്ലേ, കുറെ കാലം ഞാൻ ഇവന്റെ വീട്ടുകാരുമായിട്ട് എനിക്ക് അടുപ്പമുണ്ടായിരുന്ന, അത് മാത്രമല്ല ഇവനെ എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാം. പിന്നെ ഇവന്റെ അച്ഛനും അമ്മേനെ എനിക്കറിയാം, അതുകൊണ്ട് അവര് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് മകന്റെ കല്യാണം നടത്തി കൊടുക്കണമെന്നൊക്കെ, അതുകൊണ്ടും കൂടി ഞാൻ ഇനി വിവാഹത്തിന് വന്നെന്ന് പറയാം. ഇത് കേട്ട ശിവദാസമേനൻ പറഞ്ഞു, ആഹാ കൊള്ളാലോ, എന്നിട്ട് ഇതൊന്നും നേരത്തെ പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറയണം. അതെങ്ങനെ പറയാനുള്ള സമയം വല്ലതും കിട്ടണ്ടേന്ന് ചോദിക്കും. എന്നാ വാ അങ്ങോട്ട് പോവാന്ന് പറയാണ്. അങ്ങനെ കല്യാണ മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് മനോഹറിനെ ഡ്രസ്സ് മാറ്റാനായിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ട് വരുവാണ്. ആ മുഖത്തൊക്കെ ഇങ്ങനെ മുല്ലപ്പൂ പോലെ ഇങ്ങനെ ഒരു സാധനം തൂക്കിയിട്ടുണ്ട്. അതിപ്പം മുഖം ഇങ്ങനെ മറിഞ്ഞ് ഒരു ആചാരമാണോ എന്തോന്ന് അറിയത്തില്ല. ഇനിയിപ്പം ശിവദാസമേനോന്റെ വീട്ടുകാർ അങ്ങനെയാണോ, അപ്പൊ അവരുടെ നാട്ടിലുള്ള ആചാരമാണെന്നും പറയത്തില്ല. അപ്പൊ മുഖമൊക്കെ ഇങ്ങനെ മറച്ചോണ്ടാ വന്നിരിക്കുന്നത്. അതോ ഇനിയിപ്പം ആരെങ്കിലും കണ്ടാൽ തന്നെ മുഖം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനോഹർ അങ്ങനെ മനഃപൂർവ്വം ചെയ്താണോന്നും അറിയത്തില്ല. അങ്ങനെ മനോഹറിനെ കൈ പിടിച്ച് കയറ്റിയെടുത്തുന്ന രാഹുലാണ്. ഈ സമയത്ത് രാഹുലിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ, തന്റെ മോളെ എങ്ങനെയും രക്ഷിക്കണ്ടേ. അങ്ങനെ കൊണ്ടേ ഇരുത്തി. ഈ സമയത്ത് ശിവദാസമേനനും കൂടെ അങ്ങോട്ട് വന്നു. പിന്നീട് രാഹുൽ പറഞ്ഞു, ഇനി മോളെ വിളിച്ചോളാൻ പറയാണ്. ഈ സമയത്താണ് രാഹുൽ ആ കാഴ്ച കാണുന്നത്. പുറത്ത് കാറിൽ നിന്നിറങ്ങി മേഘനയും കല്യാണിയും കൂടെ അങ്ങോട്ട് കയറി വരുന്നേ. കല്യാണിയെ കണ്ടതും പെട്ടെന്ന് രാഹുൽ പറഞ്ഞു, ഇതേ ആ കല്യാണി വരുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് മനോഹറിന് മനസ്സിലായി തന്റെ കല്യാണക്കാര്യത്തിലൊരു തീരുമാനമായെന്ന്. അവൾ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുന്നു. ഒരുപക്ഷെ കൂടെയുള്ള മേഘനെ അത് നിഷയുടെ ചേച്ചിയാന്നുള്ള കാര്യം മനോഹറിന് അറിയില്ല. അവര് അതുകൊണ്ട് എങ്ങോട്ട് വരുന്നേന്നും അറിയത്തില്ല. അപ്പൊ ഇനി നമ്മൾ അടുത്ത ആഴ്ച ഫുൾ വിശേഷം വരുമ്പോ അറിയാം എന്തൊക്കെ സംഭവിക്കും. മനോഹറിന്റെ കല്യാണമാണോ ഇനിയിപ്പം മരണമാണോ നടക്കാൻ പോണേന്നൊക്കെ.
ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.